ഹലോ, ഇന്ന് എൻ്റെ കയ്യിലുള്ളത് റെഡ്മിയുടെ നോട്ട് 10 പ്രോ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഡെഡായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഡിവൈസ് കഴിഞ്ഞ ദിവസം ഞാനൊരു 6 ഫോണ് ഡെഡായത് അല്ലെങ്കിൽ കൊറിയർ വഴി വന്ന 6 ഫോണുകളുടെ വീഡിയോ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 ഫോണും റെഡിയാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ 4ാമത്തെ ഫോണാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ സപ്ലൈ മീറ്ററിൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് പവർ സപ്ലൈ മീറ്റർ കണക്ട് ചെയ്ത് പവർ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴുള്ള ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ആംബിയർ എടുത്തിട്ട് അത് വീണ്ടും 0യിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ചാർജിങ്ങിൻ്റെ ആ ഒരു ആംബിയർ എങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ 0.1 ആംബിയറിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈൻ്റെ റീഡിങ്ങും അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ റീഡിങ്ങും കാണുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് റാം സംബന്ധമായിട്ടുള്ള ഇഷ്യൂ ആണെന്നാണ്. അപ്പോൾ ഇത് ഡബിൾ ഡക്കർ അല്ലാത്തതുകൊണ്ട് തന്നെ റാം eMMCക്കുള്ളിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ eMMC മാത്രം റീബോൾ ചെയ്തിട്ടാൽ തന്നെ ഈ ഒരു ഇഷ്യൂ ശരിയാക്കാൻ കഴിയും. അപ്പോൾ തന്നെ ഇത് വേറെ ഷോപ്പിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഡിവൈസും കൂടിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ശരിയാവോ ഇല്ലേ എന്നുള്ളത്. അതുപോലെ തന്നെ ഇതേ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇതേ ഒരു ലെവലിലേക്ക് ഫോൺ ബാറ്ററി കറക്റ്റ് അല്ലെങ്കിലും വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ വേറെ ബാറ്ററി ഒക്കെ ഇട്ട് നമ്മൾ ചെക്ക് ചെയ്താണ് സെയിം കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് eMMC റീബോൾ ചെയ്തിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. അപ്പോൾ eMMC റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റീബോളിങ്ങും നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കാണിക്കുന്നില്ല, ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടാണ് റീബോളിങ്ങും റിമൂവിങ് ഒന്നും കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ രണ്ടും തിരിച്ചെന്ത് ചെയ്തിട്ടുണ്ട്, ബോർഡിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കേസിലേക്ക് ഇട്ടിട്ട് ഉള്ള ഒരു കണ്ടീഷൻ നമുക്ക് കണക്ട് ചെയ്ത് ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ചാർജർ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. നേരത്തെ ചാർജർ കണക്ട് ചെയ്തപ്പോൾ ഫോൺ ഓൺ ആവാത്തതാണ്, സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ആംബിയർ കണ്ടോ 1.4 1.5 ആ ലെവലിലേക്ക് ആംബിയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫോൺ ഇപ്പോൾ ഓൺ കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീനിലേക്ക് ഒന്ന് നോക്കാം എന്താണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ബാറ്ററിയിൽ 6% ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാറ്ററി അല്ല ഇതിൻ്റെ ഓൾറെഡി ഇഷ്യൂ എന്നുള്ളതൊന്ന് ഉറപ്പിക്കാനാണ് ഞാൻ ഇതുപോലെ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു റീബോളിങ്ങിലൂടെ നമുക്കൊരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഫോൺ ഓൺ ആക്കിയിട്ട് നമുക്ക് മെനുവിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഫുൾ ഓൺ ആയിട്ടുള്ളൊരു കണ്ടീഷൻ കാണിച്ചു തരാം. അപ്പോൾ ഫോൺ കംപ്ലീറ്റ്ലി ഓൺ ആയിട്ടുണ്ട്, എല്ലാം കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഒക്കെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്. അപ്പോൾ അതിന് ശേഷം ക്യാമറ വർക്കിംഗ് ആണ്, കണ്ടല്ലോ. അപ്പോൾ ടച്ച് വർക്കിംഗ് ആണ്, ക്യാമറ വർക്കിംഗ് ആണ്, എല്ലാ സംഗതികളും വർക്കിംഗ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഫോണിനില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് ശരിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കംപ്ലയിൻസ് ഉള്ള ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്റ്റിൻ്റെ നമ്പർ ബയോയിലും അതുപോലെ തന്നെ വീഡിയോയിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിൻ്റെ കോഴ്സ് ഡീപ്പ് ലെവലായിട്ടും നോർമൽ ലെവലായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.